ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പിന് വേണ്ടി പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ മോൾക്കൊരു അഡിനോയിഡിൻ്റെ ENT ചെക്കപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ഈ 90s കിഡ്സൊക്കെ നമ്മളുടെ ഇഷ്ടപ്പെട്ട സോങ്സൊക്കെ പള്ളിത്തേരുണ്ടോ ഒക്കെയാണ് എനിക്കിഷ്ടമുള്ള സോങ്സ്, അതൊക്കെ വച്ച് പോകാൻ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. ഇവർ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് ആസ് യൂഷ്വൽ അവരതാണ് പ്ലേ ചെയ്യാം. നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ അവർ കാറ്റിൽ പറത്തിക്കളയും. നമുക്ക് മനസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകളൊക്കെ വച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വെച്ചാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒപ്പം ഡാൻസാണ്. രണ്ടുപേർക്കും വണ്ടിയിൽ ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ അവർ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ പോണേന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ജസ്റ്റ് റുട്ടീൻ ചെക്കപ്പ് മാത്രമായിരുന്നു. അവൾ ഓക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ മൊത്തം ഡാൻസ് ആയിരുന്നു, രണ്ടുപേരും കൂടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. തവാം ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റിനെയാണ് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. രണ്ടുപേരും അവിടെ അസസ്മെൻറ്റിന് റെഡി ആയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അസസ്മെൻറ്റിനൊക്കെ രണ്ടുപേരും ഇരിക്കും കേട്ടോ. അവർക്ക് വളരെ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അസസ്മെൻറ്റിന് ഇരുന്ന് കൊടുക്കുക എന്നുള്ളത്. ഹൈറ്റ് ചെക്കിങ്ങും വെയിറ്റ് ചെക്കിങ്ങും സാച്ചുറേഷൻ ചെക്കിങ്ങും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മോള് ഇരിക്കുന്ന പോലെ അത് കണ്ടിട്ടായിരിക്കാം മോനും കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. കണ്ണനും ഭയങ്കര ഇഷ്ടമാണ് സാച്ചുറേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് കിട്ടിയതുപോലെ തന്നെ കണ്ണനും കിട്ടിയെന്നുള്ളതിൻ്റെ ഹാപ്പിനെസ്സാണ് കാണുന്നത്. ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സിസ്റ്റർ രണ്ടുപേരുടെയും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വൈറ്റൽസൊക്കെ നോർമലാണ്. ഞങ്ങളങ്ങനെ ഡോക്ടറെ കണ്ടു. മോൾ ഓക്കെയാണ്, മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ പോകുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു ഐസ്ക്രീം വേണം, ഐസ്ക്രീം കഴിക്കണം, ചിപ്സ് വേണം എന്നൊക്കെ. നമ്മളങ്ങനെ ചിപ്സൊന്നും അധികം മേടിച്ച് കൊടുക്കാറില്ല, വല്ലപ്പോഴും മാത്രമാണ് ചിപ്സ് മേടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛൻ രണ്ടുപേർക്കും ഐസ്ക്രീമും ചിപ്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ ചെന്ന് ഏത് ചിപ്സ് എടുക്കണം എന്ന കൺഫ്യൂഷനിലാണ് കണ്ണനും കുഞ്ഞിയും. രണ്ടുപേരും കുറേ നേരം ഏത് വേണമെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുമായിരുന്നു. കൊച്ചിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിപ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി കുറേ തിരഞ്ഞ് നടന്നു, പക്ഷെ അവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ അവൻ ചേച്ചി എടുക്കുന്ന ഏതെങ്കിലും തന്നെ എടുക്കാമെന്ന് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏതാ വേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ് കുഞ്ഞി. അവൻ പറയുന്നത് അവൾക്ക് പറ്റത്തില്ല, അവൾ പറയുന്നത് അവനും പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ്. രണ്ടുപേരും കൂടെ ലാസ്റ്റ് ഏതോ ഒരു ചിപ്സ് സെലക്ട് ചെയ്ത് ചീറ്റൂസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതെടുത്ത്, ഇത് ചില്ലീസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ തിരിച്ചു വെച്ചു. സ്പൈസി ആയിരിക്കും എന്ന് വെച്ചിട്ട് നമ്മളത് എടുത്തില്ല. പിന്നെ ചീറ്റോസിൻ്റെ ചീസുള്ള ഒരു ചിപ്സാണ് എടുത്തത് ലാസ്റ്റ്. പിന്നെ 2 കോൺ ഐസ്ക്രീമും 2 ജ്യൂസും കൂടി എടുത്ത് വീട്ടിൽ വന്ന് അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.